കോട്ടയം ഏറ്റുമാനൂരിൽ നിന്ന് കാണാതായ യുവതിയുടേതെന്ന് സംശയിക്കുന്ന ശരീരാവശിഷ്ടങ്ങൾ ചേർത്തലയിൽ കണ്ടെത്തിയെന്ന് സൂചന. ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്നാണ് മൃതദേഹ ഭാഗം കണ്ടെത്തിയത്. ജൈനമ്മയെ തട്ടിക്കൊണ്ടുപോയെന്ന് കരുതുന്നയാളുടെ വീട്ടിൽ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന നടന്നു. ഈ സെബാസ്റ്റ്യൻ എന്ന ആളും ഇതിനു മുന്നേ ഒരു ബിന്ദു തിരോധന കേസുണ്ടായിരുന്നു. അത് ബന്ധപ്പെട്ട് പല രീതിയിൽ അന്വേഷണം നേടുന്ന ഒരാളായിരുന്നു. ജൈനമ്മ എന്നൊരു സ്ത്രീയുടെ ഇതൊക്കെ കാണുവാനില്ല. പള്ളിപ്പുറത്ത് ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് പല ഘട്ടങ്ങളിൽ ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ ചേർത്തല സ്റ്റേഷനിൽ നിന്നും അതുപോലെ തന്നെ ഏറ്റുമാനൂർ സ്റ്റേഷനിൽ നിന്നും വിളിച്ചിരുന്നു. പക്ഷേ ഇവരെ ഫോൺ ലൊക്കേഷൻ നമ്മുടെ പള്ളിപ്പുറത്ത് കാണിക്കുന്ന രീതിയിലാണ് സ്റ്റേഷനിൽ നമ്മൾ ബന്ധപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ ഒരു 6 മാസത്തിന് മുന്നേ ഉൾപ്പെടെ ഈ കഴിഞ്ഞ 1-2 മാസം ഉൾപ്പെടെ നമ്മുടെ പ്രാദേശിക ഗ്രൂപ്പുകളിലൊക്കെ ഇവരെ ഫോട്ടോ ഉൾപ്പെടെ നമ്മൾ ഷെയർ ചെയ്തിരുന്നു. വീടിൻ്റെ തൊട്ട് പുറകുവശത്ത് ചെറിയൊരു കാട് പിടിച്ചിടക്കുന്ന സ്ഥലത്ത് ഈ മൃതശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ വെച്ചാൽ അസ്ഥികൾ, കത്തിച്ച അസ്ഥികളുടെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അത് മനുഷ്യൻ്റെതെന്നാണ് അതിൻ്റെ ഫോറൻസിക്കിൻ്റെ ബന്ധപ്പെട്ട് പറയുന്നത്. ബാക്കി ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കോട്ടയം ക്രൈംസിൻ്റെ അവിടുത്തെ ഒരു ക്രൈമുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പക്ഷേ വർഷങ്ങളായുള്ള ഈ ബിന്ദുവിൻ്റെ തിരോധാനം എങ്ങും എത്താത്ത അവസ്ഥയിൽ നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാനായിട്ട് അന്വേഷണ സംഘത്തിനും സാധിച്ചിട്ടില്ല. ഇനി അത് ഫോറൻസിക് റിപ്പോർട്ടൊക്കെ വന്നാലേ അറിയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ചിലപ്പോൾ ഈ രണ്ടും മിസ്സിംഗ് കേസാണ്. ഏതാണെന്ന് പുറത്ത് വന്നാൽ മാത്രമേ നമുക്കറിയാൻ പറ്റൂ. പല ഘട്ടങ്ങളിലും ഇവിടെ വന്നിട്ടുള്ളതാണ് അവർ, പക്ഷെ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇനി അതിൻ്റെ അന്വേഷണമായിട്ട് ഫോറൻസിക് റിപ്പോർട്ട് വന്നാൽ നമുക്ക് ആരാണ് എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും.